ഒരു പാനിൽ 1 ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് അളവ് സേമിയ അതൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് സേമിയ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. നല്ല വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചൂട് ഒന്ന് ആറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലോണം തണുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാനിവിടെ പഴം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിസ്ത എസൻസ് 1/2 ടീസ്പൂണ്, കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ നോമ്പ് സമയത്തും അതേപോലെ തന്നെ ഇനി ചൂടിനെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത്